ഹാപ്പി ന്യൂ ഇയർ. 2025 എത്തി നിൽക്കുമ്പോൾ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ 2024 നല്ലൊരു വർഷമായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നില്ല എന്നല്ല, മറിച്ച് എല്ലാം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ പ്രോബ്ലംസും എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഫ്യൂച്ചറിൽ മുന്നോട്ടെല്ലാം സോൾവ് ആവും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വർഷമാണ് 2024. 2024 എനിക്ക് ഉണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് കിട്ടിയ ബോണസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 2024 ലാസ്റ്റ് 6 മന്ത്, 2023 ഫസ്റ്റ് 4 മന്ത് കാലഘട്ടം എൻ്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ബ്ലാക്ക് ഡേയ്സ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന വളരെ മോശമായ ഒരു കാലയളവായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അതുപോലെയുള്ള സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുമെന്ന് ചിന്തിക്കുക പോലും എൻ്റെ സ്വപ്നങ്ങളിലോ എവിടെയും അങ്ങനെ ഒരു ക്രൂഷ്യലായ ഒരു ടൈം പീരീഡിലൂടെ ഞാൻ കടന്നു പോകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അതൊരു ചമ്മന്തിയും ചോറുമായാൽ പോലും കഴിക്കാൻ പറ്റുക, നമുക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് പുറത്തേക്ക് നമുക്കിഷ്ടമുള്ള സമയത്ത് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ പുറത്തേക്ക് ഒന്ന് പോകാൻ പറ്റുക, നമുക്ക് ഇഷ്ടമുള്ള ചെരുപ്പായാലും നമുക്ക് ഇഷ്ടമുള്ള എല്ലാ അക്സസറീസും ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുക, നമ്മുടെ ഫാമിലിയോടൊത്ത് ജീവിക്കാൻ പറ്റുക, ഉറങ്ങി എഴുന്നേറ്റ് നമ്മുടെ മക്കളെയും എല്ലാവരെയും കാണാൻ പറ്റുക, അങ്ങനെയുള്ള ഒരു ലൈഫ് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അതുപോലെയുള്ള ഒരു പ്രതിസന്ധികളിൽ കൂടെയാണ് 2022-23 കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയത്. അതുകൊണ്ട് തന്നെ 2024 ഉണ്ടായ എല്ലാ കാര്യങ്ങളും എനിക്ക് ബോണസ് തന്നെയാണ്, എല്ലാ നല്ല കാര്യങ്ങളും. 2024 ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മുന്നോട്ട് എന്ത് എന്നറിയാതെ, ഫ്യൂച്ചറിൽ എന്ത് എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ പകച്ചു നിന്നിരുന്ന ഒരു സമയമായിരുന്നു. കാരണം ഒരു വിദേശ രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളതെങ്കിലും ഇവിടെ നിലനിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെതായ പേപ്പേഴ്സും കാര്യങ്ങളും വേണം, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ, അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ ഹോം കൺട്രിയിലേക്കെങ്കിലും തിരിച്ചു പോകാൻ പറ്റണം എന്നുള്ള ഒരാഗ്രഹത്തിൽ ഒരുപാട് ട്രൈ ചെയ്യുകയും, പക്ഷെ അതിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. എന്ത് ചെയ്യും മുന്നോട്ട് എന്ന് അറിയാതെ നിന്ന ഒരു സമയമായിരുന്നു. പക്ഷെ എല്ലാം സോൾവ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ പറയാറില്ലേ, മുട്ടുവിൻ തുറക്കപ്പെടുവിൻ, അങ്ങനെയുള്ള കുറേ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം 10 വാതിൽ നിങ്ങളുടെ മുന്നിൽ അടച്ചാലും ഏതെങ്കിലും ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വാതിലുകളിൽ ഞാൻ എനിക്ക് വേണ്ടി മുട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എൻ്റെ ഫാമിലിയുടെ മറ്റാളുകളുടെ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ പേഴ്സണലി എൻ്റെത് മാത്രമായ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ. അപ്പോൾ എൻ്റെ കാര്യത്തിന് വേണ്ടി, എൻ്റെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി പല ആളുകളുടെ മുന്നിലും പല സംഘടനകളുടെയും മുന്നിൽ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈയും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം മുന്നോട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും കുറച്ച് സോൾവ് ആവാൻ തുടങ്ങി. പക്ഷെ എല്ലാം സോൾവ് ആയി എന്നല്ല, കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ സോൾവ് ആയി. പക്ഷെ മുന്നോട്ട് ഇനിയും പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനുണ്ട്. കാരണം അതുപോലെയുള്ള എനിക്ക് ഒരിക്കലും എൻ്റെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, അത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഹെൽപ്പ് ചെയ്തിട്ടും കാര്യമില്ല, ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ലെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ചിന്താഗതി. അതുകൊണ്ട് തന്നെ പക്ഷെ അത്തരം കുറച്ച് പ്രയാസങ്ങൾക്കൊക്കെ എനിക്ക് പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ്.
അതേപോലെ തന്നെ വലിയ ഒരുപാട് പാഠങ്ങളും തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടായ ഒരു വർഷം കൂടിയാണ് 2024. കാരണം ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ട്രാജഡികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മോശമായ കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായും അതിലൂടെ നമ്മളൊരു പാഠം പഠിക്കും എന്നുള്ളതാണ്. ഒരു നല്ല കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ഒരു മോശമായ കാര്യം സംഭവിക്കുന്നതും എന്തെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് തന്നിട്ടേ അത് നമ്മളിൽ നിന്നും പോകത്തുള്ളൂ. അതേപോലെ ഞാൻ ഒരുപാട് പാഠങ്ങൾ ഈ ഒരു കാലയളവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പല തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയൊന്നും ആർക്കും വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ പല കാര്യങ്ങളിലും അഹങ്കരിക്കാറുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അത്യാവശ്യം വെൽ സെറ്റിൽഡായ എനിക്കൊരു ഇഷ്യൂസ് വന്നാൽ എന്നെ രക്ഷിച്ചെടുക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാകുമെന്നുള്ള ധാരണയൊക്കെ നമുക്കുണ്ടാവും. കാരണം നമ്മൾ അതുവരെ അതുപോലെയുള്ള സിറ്റുവേഷനിലൂടെ തന്നെ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്തായാലും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരിച്ചറിവുകൾ എനിക്കുണ്ടായി. എന്താ പറയാ, നമ്മളൊരു പക്ഷെ പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ആളുകൾ ഏത് രീതിയിലായിരിക്കും അവര് ഇവിടെ ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങളെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യും, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നൊക്കെ ചിന്തിക്കേണ്ടുന്ന അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചാൽ അതുപോലെ ഞാൻ ഇവിടെ ബാക്കി വെച്ച് പോയ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ആർക്ക് പറ്റും, അതിന് കപ്പാസിറ്റി ഉള്ളവരാണോ, അതിനുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞു പോയ ട്രാജഡി. ഈ ട്രാജഡി എൻ്റെ ലൈഫിൽ സംഭവിച്ചത് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് മോശമായ അവസ്ഥയാണെങ്കിൽ പോലും, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് പാഠം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നിൽ നിന്നും, എൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും എനിക്ക് അവരൊന്നും ഇല്ലാതെ ലൈഫ് മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച ഒരുപാട് ആളുകൾ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ എന്നിൽ നിന്നും പോകേണ്ടവർ തന്നെയായിരുന്നു. അത് ഞാനായിട്ട് മാറ്റി നിർത്തില്ല എന്ന് യൂണിവേഴ്സിന് അറിയാവുന്നത് കൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിലൂടെ യൂണിവേഴ്സ് തന്നെ അവരൊക്കെ എന്നിൽ നിന്ന് മാറ്റിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ പുതിയ കുറേ ബന്ധങ്ങളും പുതിയ നല്ല നല്ല കുറേ ബന്ധങ്ങളും എനിക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു മോശം സിറ്റുവേഷനിലാണ് ഇവർ കടന്നു പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത കുറേ നല്ല മനുഷ്യരുണ്ട് കേട്ടോ. കാരണം വളരെ നല്ല അമേസിംഗ് ആയ കുറച്ച് നല്ല ആളുകളെ എനിക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടി എന്നുള്ളതാണ്. കാരണം ഈ ഇഷ്യൂസ് കാരണം കൊണ്ട് മാത്രമാണ് അത്തരം ആളുകളെ പരിചയപ്പെടാനായതും അവർ നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ വർക്ക് ചെയ്തതും നമുക്ക് അവരുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ സാഹചര്യം ഉണ്ടായെങ്കിലും അതുപോലെ നല്ല കുറേ മനുഷ്യരെ കാണാൻ പറ്റി. പക്ഷേ മുഖംമൂടി ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ തിരിച്ചറിയാനും പറ്റി എന്നുള്ളതാണ് ഈ 2024 ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളോടൊപ്പം കുറച്ച് നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു മകൻ കൂടെ വരികയുണ്ടായി. അവൻ്റെ വരവോടുകൂടി നമ്മൾ കുറച്ച് ബിസിയായി, കുറേയൊക്കെ റിലാക്സ് ആയി എന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉമ്മയെ കാണാത്തത് 8 വർഷത്തോളമാവുന്നു. ഏകദേശം 2025 ഒരു ജൂൺ ആയി കഴിഞ്ഞാൽ ഏകദേശം 8 വർഷം പൂർത്തിയാവും ഞാൻ നാട്ടിൽ പോയി വന്നിട്ട്. അപ്പോൾ ഉമ്മയെ കാണുക, ബന്ധുക്കളെ കാണുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് ഉമ്മയെങ്കിലും എനിക്ക് കാണാൻ പറ്റി. കാരണം എനിക്ക് ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. ഒരു 4 മന്ത് കാലയളവിൽ എനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം ഇത്രയേറെ വർഷമായി
അത്രയൊന്നും ഞാൻ എൻ്റെ ഉമ്മയെ അത്ര വലിയ കാലഘട്ടമൊന്നും ഞാൻ വിട്ടു നിന്നിട്ടില്ല. കാരണം എനിക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷമാണെങ്കിലും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയെ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഉമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ. പക്ഷെ ഗൾഫിൽ വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു വർഷം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി കൊണ്ടുപോയി ഒരു വർഷം ആകുമ്പോഴേക്കും എനിക്ക് എന്തായാലും നാട്ടിൽ പോയി എല്ലാവരും ഒന്ന് കണ്ടു വന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായി യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. 8 വർഷത്തോളം എൻ്റെ ഉമ്മയെ എനിക്ക് കാണാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനങ്ങ് ഉള്ളിലേക്ക് ഭയങ്കര സ്ട്രെസ് കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഒന്നെങ്കിലും ഹോം കൺട്രിയിലേക്ക് പോയിട്ട് അവരെ കാണണം, അല്ലെങ്കിൽ ഉമ്മയെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ഉമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റി. ഉമ്മയുടെ കൂടെ 4 months എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ 2024 എൻ്റെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ ഇവിടുത്തെ റെസിഡൻഷ്യൽ ID റിന്യൂ ചെയ്യാൻ പറ്റി. എൻ്റെ മകൻ്റെ ID റിന്യൂ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടന്നു. പക്ഷെ ഇനി മുന്നോട്ട് കുറേ കാര്യങ്ങൾ ഉണ്ട്. ബാലൻസ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പ്രോബ്ലംസൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ഇപ്പോഴത്തെ 2024 എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊന്ന് നാട്ടിൽ പോയിട്ട് എല്ലാ ബന്ധുക്കളെയൊക്കെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് എയിം. ഇൻഷാ അല്ലാഹ് അതും നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് പോലെ ഏത് പ്രതിസന്ധി എൻ്റെ ലൈഫിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കാണുന്നവൻ ഒരാളുണ്ട്. പഠിച്ച റബ്ബ് എന്തായാലും കൈവിടില്ല. നമ്മുടെ ലൈഫിൽ ഏത് പ്രതിസന്ധിയും പ്രയാസങ്ങളും നമുക്ക് തരുന്നത് നമ്മളെ കുറച്ചുകൂടെ ബോൾഡാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് നമ്മൾ പോകുന്ന വഴി ഓക്കെ അല്ല, അല്ലെ നമ്മുടെ വഴി തിരിച്ചു വിടാൻ വേണ്ടി ആവും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ബ്ലോക്ക് ആവുന്നതും പല പ്രതിസന്ധികളും നമുക്ക് തരുന്നതും എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. കാരണം കറക്റ്റ് ടൈമിൽ അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങൾ മോശമായാലും നല്ലതായാലും നമ്മുടെ ലൈഫിൽ നടക്കുക തന്നെ ചെയ്യുമെന്ന്. കാരണം നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും പലപ്പോഴും പല പ്ലാനിങ്സും നടക്കാതെ പോകുന്നതും അതൊക്കെ കൊണ്ടാണ്. നമ്മുടെ വിധി പെട്ടെന്നൊന്നും നമുക്കങ്ങനെ മാറ്റി മറക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാട്ടിൽ എത്താനുള്ള ഒരു ടൈം ആകുമ്പോൾ ഞാൻ നാട്ടിലെത്തുകയും എല്ലാവരെയും കാണാനും പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് മുന്നോട്ട്, എല്ലാം സോൾവ് ആകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. പക്ഷേ 2024 ഒരുപാട് തിരിച്ചറിവുകൾ എനിക്ക് തന്നൊരു കാലഘട്ടം കൂടെയാണ്. എന്തൊക്കെ മുന്നോട്ട് ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം, നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ നമ്മളെ തള്ളിപ്പറയും, ആരൊക്കെ കൂടെ നിൽക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നൊരു വർഷം കൂടിയാണ് 2024. പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം മനസ്സിലായൊരു കാര്യം, നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവിടെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഒരു പുരുഷൻ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ഇതാക്കാനൊക്കെ ആളുകൾ സപ്പോർട്ട് സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിലിടപെട്ട് അതിന് കാര്യമായ ഒരു പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് ബോധ്യമായത്. കാരണം എൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും പല സംഘടനകളുടെയും മുന്നിലേക്ക് ഞാൻ പോയപ്പോൾ എനിക്കൊരു പോസിറ്റീവ് അല്ലെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരം ഒരു സ്ഥലത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പല ഒഴിവ് കഴിവുകളും പറഞ്ഞിട്ടും പലർക്കും അവരുടെ പരിമിതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചുവിടുകയല്ലാതെ ഒന്നും നടന്നില്ല. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഈ സംഘടനകളുമെല്ലാം ഫിനാൻഷ്യലി നല്ല സ്ട്രെങ്ത് ഉള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റുന്ന സംഘടനകളൊക്കെ തന്നെയാണ്. അവർ പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കേസിൽ എന്തോ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ കാരണങ്ങൾ കൊണ്ടാവാം അതിന് വ്യക്തമായൊരു പരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് 2024 എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ
അത് കരിയറിലായാലും ബിസിനസ്സിലായാലും ഏത് ഫീൽഡിലായാലും ഒരു സ്ത്രീ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ ആദ്യകാലങ്ങളിലൊന്നും എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ മൗനമായിട്ട് നമുക്ക് ചുറ്റുമുള്ളവർ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താനും, പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്കൊക്കെ പുരുഷന്മാരെക്കാളും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് അതിൽ നിന്ന് കയറാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ചുറ്റുമുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും. ഒരു പെണ്ണായാൽ പെണ്ണിൻ്റെ പണി ചെയ്താൽ പോരെ, എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയത്, ഇതെല്ലാം ആണുങ്ങൾക്ക് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാനും ഉപദേശിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഒരു കൈ കൊടുത്താൽ, ഒരു കൈ ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ പറ്റുന്ന പലരും ചെറിയ രീതിയിലുള്ള ഒരു ഹെൽപ്പ് ചെയ്താൽ പോലും രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ അവർ കൈ പിൻവലിക്കുകയേ ചെയ്യുള്ളൂ. കാരണം അങ്ങനെ ഒരു സ്ത്രീ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഇതാണ്ട, ആ ഒരു പുരുഷന് ഇല്ലാത്ത എന്താണ് ഒരു സ്ത്രീക്കുള്ളത് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല നമുക്ക് ചുറ്റുമുള്ളതെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലായാലും മറ്റുള്ള കാര്യങ്ങളിലെ പല ആളുകളുടെയും വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം അത് തന്നെയാണ്. സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ മുന്നോട്ട് വന്ന് സക്സസ് ആവാൻ വേണ്ടി ഒരുപാട് ചലഞ്ചസ് അവരുടെ മുന്നിൽ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നതിന് മുമ്പ് അത്രത്തോളം ഒരു പ്രോബ്ലംസ് എനിക്ക് അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് എനിക്ക് അത്രത്തോളം ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ ബിസിനസ്സിലായാലും നമ്മളെ ഫ്രണ്ടിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പറയാത്തതാവും, നമ്മുടെ ബേക്കിൽ നിന്നുകൊണ്ട് നമ്മളെ കുറ്റം പറയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളെ അടുത്ത് അങ്ങനെ മുഖത്ത് നോക്കി ആരും പറയില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കതറിയാം. പക്ഷെ ബിസിനസ് ഡീലിങ്സിലൊന്നും എനിക്ക് അതുപോലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധിക്ക് ശേഷം എനിക്ക് വന്ന ഈ പ്രോബ്ലത്തിന് ശേഷം എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ മോശമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാലഘട്ടം കൂടെയാണ് ഈ 24. എനിക്ക് അത്യാവശ്യം ശത്രുക്കളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ 2024 എനിക്കുണ്ടായത്. കാരണം അത്യാവശ്യം എനിമീസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ശത്രുക്കൾ എന്ന് പറയാൻ താല്പര്യമില്ല കേട്ടോ. കാരണം മറ്റൊരാളുടെ വഴിയിൽ തടസ്സമാവാനോ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാണ്ട് അത് ഓപ്പണായിട്ട് പറയുന്നതല്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിദ്വേഷമോ ഇതുണ്ടെങ്കിൽ അത് ഒരു കാലം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളോ ഇല്ലേ മനസ്സിൽ അത് കൊണ്ട് നടക്കുന്ന ഒരാളൊന്നല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു വേർഡ് ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അത്യാവശ്യം എനിക്ക് തടസ്സങ്ങളായി മുന്നോട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ഉണ്ടായൊരു കാലഘട്ടമാണ്. കാരണം എൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ സംഘടനകളും എല്ലാതും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ചില ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഞാൻ ഈ ഖത്തർ വിട്ടിട്ട് നാട്ടിലേക്ക് തിരികെ പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തിനാണ് അവരതങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം എല്ലാവരും ഒരു വിദേശ രാജ്യത്ത് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ എനിക്കും എൻ്റെതായ ഒരുപാട് ലക്ഷ്യങ്ങളും കൊണ്ട് തന്നെയാണ് ഞാനും വന്നത്. കാരണം മറ്റു ചില ആളുകൾ ചിന്തിക്കുന്നത് എന്തിനാ ഫാമിലിയായിട്ട് ഇവിടെ നിൽക്കുന്നത്, നാട്ടിലേക്ക് പോയിക്കൂടെ, ഇത്രയും പ്രതിസന്ധിയും പ്രയാസങ്ങളിലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, നാട്ടിലേക്ക് പോയിക്കൂടെ, എത്ര ബുദ്ധിമുട്ട് നിൽക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പക്ഷെ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് ഉറക്കം നടിക്കുന്നവരെ
ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ എത്ര വിശദമായി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാലും അത് മനസ്സിലാക്കാത്ത പോലെയാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത് ഫാമിലിയായി ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള നാട്ടിലേക്ക്. പക്ഷെ ഓരോ മനുഷ്യരും ഗൾഫിലേക്ക് വരികയാണെങ്കിലും അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണല്ലേ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ലക്ഷ്യം എനിക്ക് എൻ്റെതായ പ്രോബ്ലംസ് പലതും ഉണ്ട്, അത് സോൾവ് ചെയ്യണം, എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ഹോം കൺട്രിയിലേക്ക് പോകണം, അവിടെ സെറ്റിൽ ആവണം വേണ്ട എന്നല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് പക്ഷെ ചില ആളുകൾ എങ്ങനെയെങ്കിലും ഹോം കൺട്രിയിലേക്ക് എത്തിക്കണം, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനോ സഹായിക്കുന്നില്ല, ആരെങ്കിലും സഹായിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്കൊരു സഹായമായി വരുന്നല്ലേ നമ്മുടെ ഒരു പ്രോബ്ലം സംസാരിക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പറയാനുണ്ടോ അതൊക്കെ പറയുക, ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുക, ആ ബ്ലോക്ക് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് പേര് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ആര് എങ്ങനെ എവിടെ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് വിട്ട് കളഞ്ഞ കേസാണ്. കാരണം അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇതുകൊണ്ടാണ്. പക്ഷെ എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്നുള്ള പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് എന്താ അറിയില്ല. എല്ലാവരും ഇവിടെ ജീവിക്കാൻ വന്നതാണ്. എല്ലാവർക്കും ഒരു പ്രോബ്ലംസ് വരാൻ വലിയ സമയമൊന്നും ആർക്കും വേണ്ട. കാരണം ബിസിനസ് ചെയ്യുന്നവർക്കായാലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു ഇഷ്യൂസിലേക്ക് എത്താൻ വേണ്ടി വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എടുക്കുന്ന റോങ് ഡിസിഷൻസിലൂടെയാണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ഒരു അപകടത്തിലൂടെയാണ് ഒരു നിമിഷം മതി എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ അല്ലേ. അപ്പോൾ ആരും മനഃപൂർവ്വം ഒന്നിലേക്കും എടുത്തു ചാടുന്നതല്ല. പല സിറ്റുവേഷൻസുകൾ കൊണ്ടും മോശമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു പോകുന്നതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ അറൗണ്ട് ഉണ്ടായിരുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ മെൻറ്ററായിട്ടൊക്കെ കണ്ട പലരും അതിലൊക്കെ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിച്ച് നിന്നിട്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കെതിരായി, അല്ലെങ്കിൽ നമുക്ക് എതിരായി സംസാരിക്കുകയോ നമ്മളെ മോശപ്പെടുത്തി സംസാരിക്കുകയോ നമ്മളെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് വേദന തന്നെയാണ് അല്ലേ. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി. കാരണം ആ 2024 ഏറ്റവും വലിയ തിരിച്ചറിവായിരുന്നു, നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ച് സംസാരിക്കുന്ന എല്ലാവരും നമുക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നവരല്ല. നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് നമുക്കത് തിരിച്ചറിയുക. നമ്മൾ മാറി നിന്നാൽ നമ്മുടെ ബേക്കിൽ നിന്ന് നമ്മളെ കൊണ്ട് കുറ്റം പറയുകയും മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ മുമ്പ് ഞാൻ അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം എല്ലാവരോടും ഓപ്പണായിട്ട്, എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അത് സത്യസന്ധമായിട്ടാണ് അതിന് ആൻസർ പറയാറ്. വളരെ ഓപ്പണായിട്ട് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും വലിയൊരു തിരിച്ചറിവ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് സംസാരിക്കരുത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ സ്വന്തം ആളുകളല്ലേ എന്ന് വെച്ചിട്ടാവും, അല്ലെങ്കിൽ സത്യമായ ഒരു കാര്യമാവും. പക്ഷേ ഇവര് നമ്മൾ ഓപ്പണായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് നമുക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളൊന്നും ഒരിക്കലും ഒരാളോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന് എന്തൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ബ്ലോക്കാക്കി തന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തേ അടങ്ങത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഞാൻ ഫുൾ സേഫായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇൻഷാ അള്ളാഹ് ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, ഏത് നല്ല കാര്യമായാലും മോശം കാര്യമായാലും ലൈഫിൽ സംഭവിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ മതിമറക്കാനും പാടില്ല. മോശമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് താങ്ങാനുള്ള, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത്, ഒരു മാനസിക ബലം അള്ളാഹു നൽകട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം, ഒരുപാട്
പലരും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഇനി മുന്നോട്ടും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇൻഷാ അള്ളാഹു ആണ് എല്ലാം തീരുമാനിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ മനുഷ്യരും ഗൾഫിലേക്ക് വരുന്നത് അവരവരുടെ ലക്ഷ്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഏതൊരു രാജ്യം ഇന്നാൾ മാത്രമേ പാടുള്ളൂ, ഇന്നാളും അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിച്ചോളി. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാൻ ഒരാൾക്ക് നെഗറ്റീവായിട്ട് ഇതാക്കാൻ പോകുന്നില്ല. എന്നെക്കൊള്ള ഒരാൾ നെഗറ്റീവായിട്ട് വരുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ അത് പറയുന്നു എന്ന് മാത്രം. പക്ഷെ അതൊന്നും മുന്നോട്ട് അതൊരു ബേർഡനായിട്ട് കൊണ്ടുപോകാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അവർ പറയുന്നവർ അവർ പറയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ എനിക്ക്. പക്ഷെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകാന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരാളെ നമുക്ക് തളർത്താൻ പറ്റും, ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ പാടെ നശിപ്പിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ കൂടുതൽ സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നല്ലതും മോശവുമായ ഒരുപാട് മിക്സായ കാര്യങ്ങളിലൂടെയാണ് 2024 കഴിഞ്ഞത്. ഇനിയിപ്പം 2025 കടന്നു. എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻസ് ഉണ്ടാവട്ടെ, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷയുണ്ട്. ഇൻഷാ അള്ളാഹ് എന്തായാലും മോശമായ കാര്യങ്ങൾ മിക്സായി വരും. പക്ഷെ അതൊക്കെയും തരണം ചെയ്യാനുള്ള കരുത്ത് അള്ളാഹു തരട്ടെ. എനിക്ക് 2025 നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിലെല്ലാം നല്ലത് മാത്രമേ സംഭവിക്കുന്നു എന്നുള്ളതൊന്നും നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം മോശമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകും. പക്ഷെ അത് തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് മോശം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിലും പൂർണ്ണമായും തകർന്ന് നമ്മളല്ലാതായി മാറുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോവാതിരിക്കുക. പിന്നെ നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കുക. നമുക്ക് നമ്മളെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നതാവും നല്ലത്. ഇൻഷാ അള്ളാഹ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ ഒരു കരിയറിലായാലും ബിസിനസ്സിലായാലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് ചുറ്റും നമ്മളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഒന്നല്ല ഉള്ളത്. ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ നല്ലതാണ്. നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും പോകാൻ പറ്റട്ടെ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.